എന്റെ പൊന്നള്ളിയാ. ഹായ്, സ്വാഗതം വ്ലോഗിലേക്ക്. ഗുഡ് മോർണിംഗ് മണാലി. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി മണാലിയിലെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമാണ് കേട്ടത്. ഇവിടെ ഫുഡ് കഴിച്ച് ഉറങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഉള്ള വിഷ്വലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ മണാലി എങ്ങനെയുണ്ടെന്ന് അറിയോ? എത്ര ഡിഗ്രിയാണ് തണുപ്പെന്നറിയോ? ഒന്ന് കാണിച്ചാളിയാ. ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞുമല നേരിട്ട് കണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് എത്ര കിലോമീറ്റർ താണ്ടിയെന്നോ? എത്ര ഡിഗ്രി അളിയാ? കാണികളിയാ കളിയാ -14. ഇവിടെ കാണുന്നില്ലല്ലേ? -14. കാണാൻ പറ്റും, ഫോക്കസ് ചെയ്തോ. -14 തിരി ഞാൻ അങ്ങനെ കാണിക്കാം. കണ്ടാ? -14 പൊന്നളിയാ. വൈനൊക്കെ പോവുകയാണ്. ചുമ വേണ്ടി നമുക്ക് കണ്ടാലോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓ മാൻ, ഇതാണ് മക്കളെ മഞ്ഞുമല. ഇതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ ചെറിയൊരു താഴ്വാരം മാത്രം. ഇവിടെ അവിടെ കണ്ടില്ലേ മണ്ടിലൊക്കെ മഞ്ഞിങ്ങനെ വീണ്. ഇവിടെയൊക്കെ നിൽക്കുന്നു മരങ്ങളൊന്നുമല്ല, മഞ്ഞ് വീണ് താന്ന് കിടക്കുന്നു. താഴെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ആപ്പിളായിരിക്കും കേട്ടോ. എല്ലാം ഇല ഒഴിഞ്ഞിരിക്കും. കൊള്ളാം, കിടില്ല സീനറി. നീ പ്രതീക്ഷ ഉറക്കം എണീച്ചാലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമോ? വിളിച്ചിട്ട് വന്ന് നോക്കിയാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇന്നലെ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയത്. ഞാനും തന്നെ എന്തൊക്കെയാ കണ്ടു. ഓർമ്മയില്ല. ഞാൻ എന്തൊക്കെയാ കണ്ടു. മഞ്ഞി പോണെന്നാ വരാൻ പറ്റുന്നില്ലെന്നോ എന്തൊക്കെയൊക്കെ കണ്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അനങ്ങാൻ പോയാൽ നടക്കണം. 4 പേര് കൂടെ ഇറിവി. പിന്നെ ഒന്ന് ജസ്റ്റ് മണാലി കഷ്ടങ്ങളാണോ? അല്ലല്ല, മണാലി വെട്ടി തുണ്ടുകൊണ്ട് പീസായിട്ട് മറ്റേ എയർപോർട്ടിന്റെ ഇതുണ്ടല്ലോ, ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ അത് നല്ല സാധനം. അത് പക്ഷെ മാലിക്കിന് വെയിലാതിരിക്കണം. മാലിക്ക് അറിയാതെ എടുക്കണം. കൊള്ളാം. നമ്മളെല്ലാം ഉണ്ടോ ഫോനെ കൈയൊക്കെ തണുത്ത് ഫോണിൽ വരെ പിടിക്കാക്കുന്നില്ല. അതേ വർക്ക് ചെയ്യുന്നില്ല. കൊള്ളാം സൂപ്പർ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ പോയി പല്ലി വയ്ക്കാം. ഓരത്തെ പല്ലി വയ്ക്കാനും അവിടെ എന്താ പരിപാടിയൊക്കെ കയറി. അപ്പൊ ഇന്ന് നമ്മൾ മണാലിയിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. എത്തി ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. കൊള്ളാം. ബാക്കിയുള്ള വിശേഷങ്ങളും കൊള്ളാല്ലേ. ഫുഡും കൂടെ നമ്മളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇത് കൂടെ കൊള്ളാം. സൗത്ത് ഇന്ത്യൻ പ്ലേറ്റർ എന്നും പറഞ്ഞ് മേടിച്ചതാണ്. ആൾക്കാർ സൗത്ത് ഇന്ത്യൻ പറയുമ്പോൾ മസാല ദോശ കൊള്ളായിരുന്നു. എനിക്ക് അരാടം ഇഷ്ടപ്പെട്ടില്ല. നമ്മളത്ര ടേസ്റ്റ് വന്നില്ലെങ്കിൽ ഏതായാലും സാമ്യം വന്നു. അത്ര തമിഴ്നാട് സൈഡിലൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം. വലിയ ഗ്ലൗസ് വേണം കേട്ടാ, കൈയൊക്കെ മരവിക്കുന്നു. അങ്ങനെ ഈ തണുപ്പത്തും പോയി ചൂടുവെള്ളത്തിൽ കുളിച്ചു. ഞാനും സൻസാദും കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടുവെള്ളം തീർന്നു. നവപോലെ എല്ലാവരും ഊരിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വെള്ളം എല്ലാം തണുപ്പ്. അതിൻ്റെ ഇടയിൽ കറണ്ടും പോയി. മാലിക്ക് പോയി തണുത്ത വെള്ളത്തിൽ കുളിച്ച് റെഡിയായി ഇറങ്ങി. സെറ്റാണ്, എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. ചൂടുവെള്ളമൊന്നും വന്നില്ല. കുഞ്ഞളിയോ സെറ്റ്. ഇതിൻ്റെ ഇടയൊക്കെ പോകാം. കുഞ്ഞളിയോ गाड़ी है ना मारुति की चिमनी इसलिए बोल रहा हूँ आपको कंफर्टेबल और वो ना बंद होती है। जीप में त्रिपाल लगेगी तो हवा बहुत लगेगी, वहाँ हो जाएगी। लेकिन രാവിലത്തെ കാപ്പി കുടിക്കാൻ വന്നതാണ്. ഇവരെല്ലാവരും വന്ന് കയറി. പോട്ടെ, ഇന്നാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയും. അതാണ് ഇന്നും പറയാം.
നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ബ്രെഡ് ഉണ്ട്, വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. സാധനത്തിന്റെ പേര് തരുന്നു പൊഹ കഴിക്കാൻ പോകണം. പൊഹ പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് തരുന്നു. നമ്മള് 4 പേര് മതി. നമ്മള് 4 പേര് മാറ്റി ഇങ്ങോട്ട് കാണിച്ചാണ്. ഹായ്, സ്വാഗതം വ്ലോഗിലേക്ക്. കിട്ടി നിങ്ങള് പോണ്ട. നൈസ്. നമ്മൾ 5 പേരാണ് ഇപ്പൊ മണാലി എത്തിയിട്ടുള്ളത്. നമ്മളിന്നിപ്പോ ഒരേ പൊളിക്കും. ചായ ഉണ്ട്. ബ്രെഡ് ചൂട് പോകും കേട്ടോ. ബ്രെഡ് ഉണ്ട്, പുകയുണ്ട്. ഇനി ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചൂട് പോകും ഗൈസ്. ബ്രെഡിനൊക്കെ എന്താ ടേസ്റ്റ്. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. हडिम्बा टेम्पल जाना है, उसके बाद वशिष्ठ टेम्पल, ओल्ड मनाली, जोगनी वाटरफॉल और नेहरू वन विहार, माल रोड। हाँ, ये आज कंप्लीट हो जाएगा आपका। ഇത് നമുക്ക് ഇത് നമുക്കിന്ന് കാണാനുള്ള സ്ഥലങ്ങളാണല്ലേ. നല്ല ചൂട് ചായ. പൊന്നളിയാ, മഞ്ഞ് വീഴുന്നു. പിന്നല്ല കിടിയോ. നമ്മളിങ്ങനെ ബ്രെഡും ഇതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് സ്റ്റേ എന്നാ ആ ചേച്ചി പറഞ്ഞു, നിങ്ങളിപ്പം വണ്ടി എടുത്തുകൊണ്ടൊന്നും പുറത്ത് പോകരുത്, വണ്ടി എല്ലാം അവിടെ ബ്ലോക്കാണ്, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഈ മഞ്ഞ് വീഴുന്നത് കണ്ടോ എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പുറത്തോട്ട് പോകാൻ. എപ്പിടി ഇറക്കേ इंटरव्यू ले रहे हैं पूरा, देखो फोन छोड़ो, बताओ मेरा नाम सक्षम, ऐसे बोलो. सेल्फ इंट्रोडक्शन दो अपना, बोलो. My name is Sakshan. I am coming from. അവൻ ഫുള്ള് ഗെയിമിലിരിക്കണം കേട്ടാ. ഈ ഇരിക്കുന്നത് आपका स्पेशलाइजेशन ചുമ്മാ ഒരു ഇതല്ല, സ്പെഷ്യൽ ഒരു ബോയാണ്. അവന് വേൾഡ് ഗിന്നസ് റെക്കോർഡോ हाँ वर्ल्ड गिनेस रिकॉर्ड ഉണ്ട്. റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു പയ്യനാണ് കേട്ടാ. അവന് ഏജ് ഗിഫ്റ്റഡ് ചൈൽഡ്. ഏജ് 6 साल 6 6 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആള് നല്ല ആക്റ്റീവ് ആണ്. ഇപ്പൊ അവനൊരു മൂഡും ഇല്ല ഗെയിം കളിക്കാനാണ്. वीडियो बन रही, हाय कर दो. न्यूज़ का वो हमके हमारे लिए भेजेगा क्या? हाँ, मैं लिंक भेज देता हूँ, व्हाट्सएप कर दो. ഓക്കെ എത്ര വർഷമായി? ഹൗ മെനി ഇയേഴ്സ്? अब इधर कितने साल हो गया ऐसा पूछ रहा हूँ. ये चालू किया ना. ये हाँ इसको तो हो गया 10 ईयर से ज़्यादा हो गया. 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയും. ആ ഇത് ഇവർക്കുള്ളതാണോ? ये प्रॉपर्टी जा रहा Property, है आपकी, कोई लीज की है? नहीं अपना है. अपना है. സ്വന്തം. ഞങ്ങളങ്ങനെ ട്രെയിനിൽ നിന്ന് മണാലി മാർക്കറ്റിലേക്ക് ഒരു ലോക്കൽ ബസ് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 2-2.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന മണാലി മാർക്കറ്റിലേക്ക് ബസ് കയറി ലോക്കൽ ബസ്സിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക്കൽ ബസ് യാത്ര. ഞാനും മാലിക്കും ഇങ്ങനെ നിൽക്കുന്നു. സുമാർക്കുണ്ടവർ ഇരിക്കുന്നു. ടിക്കറ്റ് എടുത്തേട്ടാ. ഒരാൾക്ക് 10 രൂപ വെച്ച് 40 രൂപ. ഇല്ല പൈസ വാങ്ങി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിലെത്തി. ഓ മണാലി ബസ് സ്റ്റാൻഡിൽ എത്തിയെന്ന് പറയണ്ടേ ബസ്സിൽ കയറിയിട്ട്? മണാലി ബസ് സ്റ്റാൻഡിൽ ആ അതാണ് HRTC കോർപ്പറേഷൻ ഹോഗാ. ആ അത്രേ ഉള്ളൂ. ആ പോട്ടെ പോട്ടെ റൈറ്റ്. നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഫുള്ള് സ്ട്രീറ്റാണ്, സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഷോപ്പുകളൊക്കെ ഉള്ള. നാലിക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം. പർച്ചേസ് ഗ്ലൗസ് വാങ്ങണം, മെയിൻ ഷൂ വാങ്ങണം. ഓ ആ കിടില കാശ്മീരി ആടാവേ. ലോക്കൽ മലയാളി ലോക്കൽ. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ.
മാർക്കറ്റാണ്. ഇവിടുന്ന് എന്തായാലും നമുക്ക് ഗ്ലൗസ് വാങ്ങണം. 250 കൊള്ളാം. ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും ഇതാ. ഈ മണ്ടേ കിടക്കുന്ന എത്രടാ? അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ ഒരു കാര്യം കണ്ടോ, പുള്ളിക്കാരൻ ലൈവായിട്ട് ഇതിനകത്ത് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുക അതേപോലെ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഈ പുള്ളിക്കാരൻ ചെയ്ത് വെച്ചേക്കുന്ന വർക്കുകളാണ്. അടിപൊളി. നമ്മുടെ വീടിന് പേരോ ഫ്രണ്ട്സിൻ്റെ പേരോ ആഡ് ചെയ്ത് അങ്ങനെ തപ്പി ഈ ഒരു ഐറ്റമാണ് നമ്മളെടുത്തത്. പുള്ളിക്കാരിയുടെ കടയായിരിക്കും അല്ലേ? ആയിരിക്കും. എടുക്ക്. പിന്നല്ല, ഞാൻ ഷൂട്ടപ്പോഴേ ചെയ്തളിയാ. പുള്ളിക്കാരി ഒരു 50 രൂപയും കുറച്ചൊന്നുമില്ലല്ലോ. പറഞ്ഞ പൈസ കൊടുത്ത് 750 രൂപയ്ക്ക് 3 ബ്ലൗസ്. അങ്ങനെ ഞാനൊരു ജാക്കറ്റ് വാങ്ങി. റേറ്റ് 850 തൊട്ടാണ് തുടങ്ങുന്നത്. ഇതിനിപ്പം 1000 രൂപയാണ് അവൾ പറഞ്ഞേക്കുന്നത്. ഒരു പൈസ പോലും കുറയത്തില്ല, ഫിക്സഡ് റേറ്റാണ്. അപ്പോൾ എന്തായാലും പൈസ കൊടുക്കാൻ പുറത്തിറങ്ങാം. പുറത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ മഞ്ഞ് ചൊരിഞ്ഞ് വീഴാണ് കേട്ടോ. നമുക്കൊന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെളിയിലോട്ടാണ് കേട്ടെ. എൻ്റെ പൊന്നള്ളിയോ എന്തൊക്കെയാണ് അവരങ്ങോട്ടോ ഇടാ ഉപയോഗിക്കുന്നു സൈഡിൽ ചാടളിയാ. എൻ്റെ പൊന്നോ കീടിലോ. എടാ ഈ പുള്ളിക്കാരനൊക്കെ കണ്ടോ? പുള്ളിക്കാരൻ്റെ പുറത്താക്കി മഞ്ഞാണ് വരുന്നത്. സൂപ്പർ വിഷ്വലാണ് കേട്ടോ ഇവിടെ. ഓ പിന്നെ ആകുമ്പോൾ അത് മഴയായിട്ട് മാറുകയാണ്. ഇപ്പം കിടിലായിട്ട് വീഴണ്ട അല്ലേ? കിടിലായിട്ട് വീഴുന്നു. അളിയാ ഇങ്ങോട്ടോ റോഡിൽ ഇറങ്ങാതെ വാ. അങ്ങനെ ഞങ്ങൾ മണാലി മാർക്കറ്റിൽ നിന്ന് നേരെ കുറച്ച് നടന്ന് അതുവഴിയൊക്കെ എന്നിട്ട് തിരിച്ച് വീണ്ടും ബസ് പിടിച്ച് നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് വന്ന വഴിക്ക് ചെറിയൊരു ലോക്കൽ ചായ കടയ്ക്കകത്ത് കയറി ചൂടൊക്കെ കണ്ട്. മോമോസ് അല്ലേ? മോമോസ് എമ്മാരൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനും അതേ കണക്കാൻ കേട്ടാ. കേട്ടിട്ടുണ്ടെന്നല്ല കഴിച്ചിട്ടില്ല. അവിടെ വയ്ക്കുന്നത് നല്ല തണുപ്പാ ചേട്ടാ. 24-ാം തീയതി മുതൽ 1-ാം തീയതി വരെ മ്യൂസിക് ഷോ അല്ലേ? മണാലി മാർക്കറ്റിലല്ലേ പോയത്? അപ്പം മാൾ റോഡ് മാർക്കറ്റിലാണ് കേട്ടോ. സോറി, അപ്പോൾ നമ്മൾ പോയ ബസ് സ്റ്റാൻഡ് അവിടെയാണ്. മാൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ല. നമ്മളെ കൂടെ ഉള്ള മാലിക്കിന് മാത്രമേ അറിയത്തുള്ളൂ പറയാനും സംസാരിക്കാനും. പിന്നെ അല്ല, അവൻ വന്നിട്ടില്ലെങ്കിലും സംസാരിക്കാനുള്ള ലാംഗ്വേജ് ആയാലും കൂടുതൽ ഇതാണ് കേട്ടോ. പിന്നെ ഈ പാട്ട് കിടക്കുന്നുണ്ടല്ലോ, അപ്പം മ്യൂസിക് കോപ്പിറൈറ്റ് പിടിക്കാം. അപ്പോൾ നമുക്ക് ചായ പിടിച്ചിട്ട് അല്ലെങ്കിൽ മോമോസ് വരുമ്പോൾ കാണാം. മോമോസ് അടിപൊളിയായിരുന്നു കേട്ടോ. മോമോസ് കഴിച്ചത് ഷോർട്ട് വീഡിയോയിലാണ് ഞാൻ എടുത്തത് കേട്ടോ. സംഭവം കിട്ടില്ലായിരുന്നു. ഞാൻ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മോമോസ് ആയിരുന്നു. ഇപ്പം നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തതും അതിൻ്റെ അകത്ത് കുറച്ച് അവർക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാണ് അണ്ട. അതിൻ്റെ അകത്തിട്ടുണ്ടോ പറ്റിച്ച് കൈസ്. നമുക്ക് വന്നിട്ട് ഇതുവരെ നോൺ വെജ് കിട്ടിയില്ല. ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും കിട്ടില്ല. ഇപ്പം കിട്ടിയത് മോമോസ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു കോഴി മുട്ട കഴിച്ചിട്ട് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ മുട്ട കഴിക്കണം. സൂപ്പർ, അടിപൊളി. കുറച്ചായിട്ട് പിടിക്കാൻ പറ്റും മുട്ട.
അങ്ങനെ നമുക്ക് മണാലി സബ്സ്ക്രൈബർ കിട്ടി ഗായ്സ്. അയ്യോ വണ്ടി ചാടിക്കോ, ഓടിക്കോ, ഓടി രക്ഷട്ടോ, വണ്ടി വരുന്നു മക്കളെ. ഓ അങ്ങനെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറിയ കടയിലെ ചേച്ചി വ്ളോഗ് കാണാമെന്നൊക്കെ ചോദിച്ച് തന്നെന്ന് പറഞ്ഞ് പേരും എടുത്ത് ഫോൺ തന്ന് അപ്പോഴേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. ബേക്കിലുള്ള വിഷയമൊന്നും കാണണ്ട. ഓ വണ്ടിയുടെ മണ്ടയിലൊക്കെ മഞ്ഞാണ്, മഞ്ഞ് കണ്ടാ. ഓ പിന്നൊളിയോ, നമ്മളിത് അങ്ങാണ് പോകാനുള്ളത്. നേരെ ഇട്ടൂടെ. കുന്നും മല, എൻ്റെ പൊന്നോ. അതിൻ്റെ വണ്ടിയെ കയറാന്ന് ചെല്ല്. അവിടെ അല്ലടാ, അത് അതിൻ്റെ വണ്ടിയിൽ 4000 വേണമെന്ന് 4 പേർക്ക്. പിന്നെ ഈ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കയറി റൂമിൽ വന്നപ്പോഴത്തേക്കും കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കറണ്ടൊക്കെ വന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നിന്നെ പിടിക്കാത്തത് വേണ്ട, പിടിച്ച് ചാവൽ എന്തോ ഒരു മഞ്ഞ കളറുള്ള ചോറും കറി. വെജിറ്റബിളാണ്, എന്തായാലും വെജിറ്റബിൾ ആയിട്ടുള്ള പരിപാടികളുണ്ട്. നോൺ വെജ് ഒന്നുമില്ല. പക്കുവട എന്നുവെച്ചാൽ കോളിഫ്ലവർ. പിന്നെന്താ കറി? രാജ്മ. അത് കൊള്ളാം. അതെന്താ ഭയ്യ? मिक्स वेजिटेबल, मिक्स वेज. थोड़ा थोड़ा बस. അതെടാ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ആയി പോകരുത്. ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് രണ്ടാമത് എടുക്കാം. എങ്ങനെയുണ്ടല്ലോ ഫുഡ്? സ്പൂണ് ഊരിക്കണം, എടുത്തോളൂ. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാൻ പോട്ടെ.